ആദ്യം തന്നെ ഇതൊരു സീറോ ലോസ് സ്ട്രാറ്റജി അല്ല, ഇതൊരു മിനിമം ലോസ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ ലോസ് മാക്സിമം നമ്മൾ കുറച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് ഇന്ന്, അതായത് ട്യൂസ്ഡേ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് 2 ട്രേഡാണ്. ആദ്യത്തെ ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഈ 2 ട്രേഡിലും നമുക്ക് നമ്മുടെ ട്രേഡ് ഇനീഷ്യലി തുടങ്ങിയതിന് ശേഷം പിന്നെ ലോസ് ഇല്ല. അതായത് ഒരു റിസ്ക്കും ഇല്ലാത്ത ട്രേഡാണ്. അതായത് നമ്മുടെ ലോസ് നമ്മൾ കംപ്ലീറ്റ്ലി ഇനീഷ്യൽ മൂവ്മെൻറ്റ് കിട്ടാൻ നേരത്ത് പിന്നെ അവിടെ ഫുള്ളി കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം 2 ട്രേഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രേഡ് ചെയ്ത ഒരു ട്രേഡ് വീഡിയോയും കൂടി അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹായ് ഗൈസ്, 1.5 മാസത്തിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോയുടെ വീണ്ടും വന്നേക്കുവാണ്. അപ്പോൾ ഇതൊരു പുതിയ സ്ട്രാറ്റജിയാണ്, ഒരു പുതിയ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 1.5 മാസമായിട്ട് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും അത് റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം 500 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 30 ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നതിനെക്കാട്ടും ചെറിയ ക്വാണ്ടിറ്റിയാണ്. 5720 നമ്മൾ ബൈ ചെയ്തത്. സോ 5720 നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 21 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഒരു കുറച്ച് റിസ്ക് റിവാർഡ് നമുക്ക് നോർമലി 1:2 ആണ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചും കൂടി വലിയ റിസ്ക് റിവാർഡ് വയ്ക്കാം. സോ 1:4 നമുക്ക് ഇനീഷ്യലി നോക്കാം. നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇനി വേണ്ട, നമുക്കിനി സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതല്ല, റിസ്ക് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. നമുക്ക് ലോസ് മാറ്റിയിട്ട് 5720 തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ആണ്. 5720 വേണ്ട, 5719.95 വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ റിസ്ക് ഇല്ലാത്തൊരു ട്രേഡാണ്. ഇപ്പോൾ 700-800 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ചെറിയൊരു റിസ്ക്, ആദ്യം ഇനീഷ്യൽ റിസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് തിരിച്ചു വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും എനിക്ക് ലോസ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഒരു 1.5 മാസമായിട്ട് ഞാൻ ഈ ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഞാൻ ഇതുപോലെ ചെയ്തതാണ്. ചെറിയ മിനിമം ലോസ്, അതായത് ഒരു 600 റുപ്പീസ്, ഇനീഷ്യൽ ഒരു 600-700 റുപ്പീസ് ലോസിലാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാക്സിമം നമ്മൾ റൺ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതൊരു 3000 റുപ്പീസ് ഇവിടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ പാർട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കും, ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ വീഡിയോ കാണിക്കും. ഇത് എനിക്ക് ഒന്ന് കഴിഞ്ഞ ഫ്രൈഡേയോ തേഴ്സ്ഡേയോ ആണ്. ഓക്കെ, 2 days ബിഫോർ. അപ്പോൾ ഇതെൻ്റെ ലോസ് ആണ്. അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾ, അതിന് മുന്നത്തെ ദിവസം എനിക്ക് ഞാൻ ലോസ് ഉണ്ടാക്കിയതാണ്. 660 മാത്രമേ ഉള്ളൂ ഇനീഷ്യൽ ലോസ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ 1.5 മാസം കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 തവണ എന്തുകൊണ്ടാണ് ലോസ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇട്ടാവാൻ നേരത്ത് വളരെ കുറച്ച് ലോസ് അല്ലെങ്കിൽ 0 ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ തംബ്നെയിൽ 0 ലോസ് ആണ്. പക്ഷേ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് മിനിമം ലോസ് എന്ന് പറഞ്ഞാൽ പറയാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ ലോസ് വരത്തുള്ളൂ. വലിയ ലോസ് അല്ല, വളരെ ചെറിയ, ഞാൻ നോർമലി ഉണ്ടാക്കുന്നതിന് ചെറിയ ലോസ് ആണ്. എന്നാൽ കൂടി ആ ഇനീഷ്യൽ സ്റ്റേജിന് മാത്രമേ ഇത്രയും റിസ്ക് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എന്ന് പറയുന്ന സാധനം ഇല്ല, 0 റിസ്ക് ആണ്. കാര്യം നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലോസ് വളരെ കുറവാണ്. പ്രോഫിറ്റ് കിട്ടാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം ട്രേഡ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ലോസ് വരാൻ നേരത്ത് ഇത് എനിക്ക് ലോസാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ മാറ്റി എൻ്റെ റിസ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻട്രി എടുത്ത് അവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായതാണ് നിങ്ങൾ കാണുന്നത്. 167 രൂപ പ്രോഫിറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ 0 ലോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമ്മുടെ ബ്രേക്ക് ലെവലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലോസ് വരത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെ എൻ്റെ മുന്നേ ട്രേഡ് ചെയ്താണ്. ഇത് ഒരു ലോസാണ്. അപ്പോൾ 2 തവണ ലോസായി, 2 തവണ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ളൊരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ്. നമുക്കെന്തായാലും ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോർമലി ഞാൻ ട്രേഡ് ചെയ്യാൻ നേരത്തെ ഒരു 40 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യും. അപ്പോൾ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 2000 റുപ്പീസ് ആയിരിക്കും. എൻ്റെ പ്രോഫിറ്റ്, ഞാൻ എടുക്കുന്ന പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4000 റുപ്പീസ് പ്ലസ് ആയിരിക്കും. അപ്പോൾ എനിക്കിവിടെ 1:2 ആണ് ഞാനിവിടെ നോക്കുന്നത്. ഓക്കെ, 1:2 ആണ് ഞാൻ റിസ്ക് റിവാർഡ് നോക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നൊരു
ഒരു 2.5 വർഷം കൊണ്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ഇത്രയും നാളത്തെ ഡേറ്റ വെച്ച് ഞാൻ നോക്കാൻ നേരത്തെ എനിക്ക് അത്യാവശ്യം എൻ്റെ ക്യാപിറ്റൽ നല്ലൊരു റിട്ടേൺ ഉണ്ട്. ഈ 2.5 ഇയേഴ്സിൽ എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് എനിക്ക് എപ്പോഴൊക്കെ ലോസ് അടിക്കുന്നോ അതൊരു ഹ്യൂജ് ലോസാണ്. അക്യുമുലേറ്റ് ചെയ്ത് നല്ലൊരു ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോഫിറ്റ്, എൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ വലിയൊരു പെർസെൻറ്റേജ് ഈ ലോസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈറ്റപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും കുറയ്ക്കാമെന്നുള്ള രീതി ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത പുതിയ സ്ട്രാറ്റജിയാണിത്. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നില്ല, സിസ്റ്റമാണിത്. ഓക്കെ, അപ്പോൾ എൻട്രി ഇനീഷ്യൽ ടൈമിൽ നേരത്തെ നിങ്ങൾ കണ്ടു, ഞാൻ എൻട്രി എടുത്ത സമയത്ത് മാത്രമാണ് എനിക്ക് കുറച്ച് അത്യാവശ്യം ലോസ് വരുന്നത്. അതായത് ഇപ്പോൾ 2000 ഒന്നും വരുന്നില്ല. ഞാൻ ഇപ്പം 40 ക്വാണ്ടിറ്റി അല്ല ചെയ്യുന്നത്, 30 ക്വാണ്ടിറ്റിയാണ്. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. എന്നാൽ കൂടി ഇനീഷ്യൽ ലോസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ 2000 ഒന്നും ഇല്ല, 1000 പോലും ഇല്ല. 600 റുപ്പീസ് മാത്രമേ എനിക്ക് ഇനീഷ്യൽ ലോസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഹിറ്റായി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ആ ഒരു സമയത്ത് മാത്രമേ ലോസ് വരത്തുള്ളൂ, 600. പിന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലോസ് ഇല്ല, നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ റിസ്ക് നമ്മളവിടെ നെഗേറ്റ് ചെയ്യാണ്, നമ്മൾ ആ റിസ്ക് ഇല്ലാണ്ടാക്കുകയാണ്. നമ്മൾ നമ്മുടെ എൻട്രി ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വീണ്ടും വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ തിരിച്ച് വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും എനിക്ക് ഈ ഒരു ട്രേഡിനെ പറ്റി വറിയില്ല, കാര്യം എനിക്ക് ലോസ് വരത്തില്ല. അപ്പോൾ ഇനിയിപ്പം എത്ര മൂവ്മെൻറ്റ് കിട്ടിയാലും എനിക്ക് പ്രോഫിറ്റ് മാത്രമാണ്. എൻ്റെ ടാർഗറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചില ഒരു റിവേഴ്സൽ പാറ്റേൺ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ആവും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പം ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഇനീഷ്യൽ ലോസ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയെ പറ്റി ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു തന്നാൽ വലിയൊരു ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിത് ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ടെലിഗ്രാം ചാനലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിസൾട്ടും കാര്യങ്ങളും ടെലിഗ്രാം ചാനൽ നോക്കിയാൽ മതി. സോ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നു. എൻ്റെ ഫസ്റ്റ് ട്രേഡ് അഗെയിൻസ്റ്റ് പോയി. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഫസ്റ്റത്തെ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഞാൻ ആദ്യം എടുത്ത ട്രേഡ് എൻ്റെ എടുത്തത് 20-ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിയാൽ ഞാൻ എക്സിറ്റ് ആവുമെന്ന്. സോ റിവേഴ്സൽ പാറ്റേൺ വന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്നതിലായിരുന്നു. പക്ഷെ ഞാൻ എക്സിറ്റ് ആയത് ഈ ഒരു റിവേഴ്സൽ പാറ്റേൺ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ എക്സിറ്റ് ആയി. 28-ലാണ് എക്സിറ്റ് ആയത്. സോറി, 28 അല്ല, 34-ലാണ് എക്സിറ്റ് ആയത്. സോ ഈ ഒരു ബ്രേക്ക് ഡൗണിൽ നമ്മൾ എക്സിറ്റ് ആയി. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഈ ഒരു ട്രേഡ് റിവേഴ്സ് ചെയ്തു. ഞാൻ വീണ്ടും വേറൊരു എൻട്രി എടുത്തു. ഇവിടെ ഒരു ഷോർട്ട്സ് പൊസിഷൻ എടുത്തു. 5728 ഷോർട്ട് ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പം 5728 തന്നെയാണ്. അപ്പം തിരിച്ചു പോയി ഇറ്റായാലും എനിക്ക് ലോസ് വരത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ട്രേഡാണിത്. എന്നാലും 1500 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പ്രൈസ് ആക്ഷൻ സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ സെല് ചെയ്ത സ്ഥലത്തു നിന്നൊരു എനിക്ക് തോന്നുന്നു 20 ഓക്കെ 40 പോയിൻറ്റ്സ് ഇപ്പോൾ മൂവ്മെൻറ്റ് വരുന്നുണ്ട്, 1500 രൂപ പ്രോഫിറ്റ്. സോ എൻ്റെ പഴയ സിസ്റ്റം അത് വർക്കിംഗ് ആണ്, പ്രോപ്പർലി വർക്കിംഗ് ആണ്. പക്ഷേ എൻ്റെ ഒരു സ്കില്ല് ഞാൻ വിലയിരുത്തിയപ്പോൾ കുറച്ചും കൂടി പണ്ടത്തെക്കാട്ടി മെച്ചപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ലോസ് കുറഞ്ഞ, കമ്പാരിറ്റീവ്ലി ലോസ് കുറഞ്ഞൊരു ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിലോട്ട് മാറിയിട്ടില്ല. ഞാനിത് ഇപ്പോഴും ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റി മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. അപ്പം നമുക്ക് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ലോസ് വളരെ കുറച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും എനിക്ക് ലോസ് വരാനൊന്നുമില്ല. അപ്പോൾ നേരത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നൊരു 500 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ തിരിച്ചു പോയി ലോസ് ആയാലും എനിക്ക് അവിടെ 500 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ വന്നാലും എനിക്കിനി ലോസ് വരാനില്ല. ഓക്കെ, സോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്ക് ട്രേഡ് ചെയ്ത ഒരു ട്രേഡ് ഉണ്ട്. എനിക്ക് ഒറ്റ ട്രേഡിൽ തന്നെ 3000 പ്രോഫിറ്റ് കിട്ടിയത്. എനിക്ക് 1:4 എനിക്ക് തോന്നുന്നു 4 ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുകയാണെങ്കിൽ 1:4 മേലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കട്ട് ചെയ്ത് 0 ആക്കി. അപ്പോൾ ഈ ഒരു ട്രേഡിലെ സ്റ്റോപ്പ് ലോസ് 0 ആക്കിയതുപോലെ തന്നെ അതിലെ സ്റ്റോപ്പ് ലോസും നമ്മൾ 0 ആക്കിയായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പം നമുക്കതൊരു റിസ്ക് ഇല്ലാത്ത ട്രേഡാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു 10-15 മിനിറ്റ്സിൽ മാത്രമേ ഒരു റിസ്ക് ഉള്ളൂ, ഒരു 600-700 റുപ്പീസിൻ്റെ റിസ്ക്. അത് കഴിഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ നമ്മളത് റിസ്ക് മൊത്തം എടുത്ത് കളഞ്ഞു. സ്റ്റോപ്പ് ലോസ് നമ്മുടെ എൻട്രി തന്നെ വെച്ചിട്ട് ട്രേഡ് ചെയ്താണ്.
അതിനെനിക്ക് 3000 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് കാണുക. സോ ആ ട്രേഡ് അവസാനിച്ചു, നല്ലൊരു ഫോളോ വന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ എക്സിറ്റ് ആവാൻ പറ്റിയില്ല, കുറച്ച് വർക്കിൽ ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടപ്പോൾ എക്സിറ്റായി. നമുക്ക് ഇവിടുന്ന് ഒരു 90 പോയിൻറ്റ്സോളം ഫോളോ വന്നതാണ്. പക്ഷേ ഞാൻ എക്സിറ്റ് ആയത് 72-ലാണ്. അപ്പോൾ എന്തായാലും നല്ല റിസ്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വലിയ റിസ്ക് ഇല്ലാത്ത ട്രേഡായിരുന്നു. ഇപ്പോൾ 2 ട്രേഡ് ചെയ്തു, രണ്ടും റിസ്ക് ഇല്ലാത്ത ട്രേഡാണ്, രണ്ടും പ്രോഫിറ്റാണ്. അപ്പം എനിക്ക് 2134 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു, സെക്കൻഡ് ട്രേഡ് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു മെത്തേഡാണിത്. നമുക്ക് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് ലോസ് മാക്സിമം ലിമിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ 2300 റുപ്പീസോളം പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഞാനിവിടെ ഒരു ഷോർട്ട് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്തത്. 30 ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. 5530 ഷോർട്ട് ചെയ്തത്. സോ ഈ ഒരു സ്ട്രാറ്റജിയുടെ ബ്യൂട്ടി ഇതാണ്. 5530. ഓക്കെ, ഈ ഒരു ലെവലിലാണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. എൻ്റെ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ്. അപ്പം നോർമലി ഞാൻ ട്രേഡ് ചെയ്യുന്നത് ലൈക്ക് ഒരൊറ്റ സ്റ്റോപ്പ് ലോസ് 1:2 ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഹൈ ആയിരിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോർമലി ചെയ്യുന്നതിനെക്കാട്ടിയും ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസിൽ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എപ്പോഴും വലുത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചത് ഈ ഒരു ഹൈയുടെ മേലെയാണ്. സോ ഇന്നലത്തെ ഹൈ ആണിത്. സോ ഇതൊരു നല്ല റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചത്. 30 പോയിൻറ്റ്സ് ആണ്, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്. എനിക്കിപ്പോൾ 30 ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എനിക്ക് 900 രൂപ മാത്രമേ ആദ്യം ലോസ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 1:1 ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു. സോ പിന്നെ നമുക്ക് അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് ഇന്നത്തെ ആ ഒരു ഹൈയുടെ മേലെ വെച്ചു, ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 7 പോയിൻറ്റ്സ് മാത്രം. അപ്പോൾ ഇത് ഹിറ്റായാൽ 300 രൂപയ്ക്ക് അടുപ്പിച്ച് മാത്രമേ ലോസ് വരത്തുള്ളൂ. പിന്നെ നമ്മൾ റൺ ചെയ്യിപ്പിക്കുകയാണ്. സോ ഇപ്പോൾ റിസ്ക് റിവാർഡ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു റിസ്ക് റിവാർഡ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഇപ്പം 1:11 ആയിട്ടുണ്ട്. ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡാണ്. 1:3 മേലെ എത്തി. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് 3000 റുപ്പീസോളം പ്രോഫിറ്റ് എത്തും നോക്കാം. അപ്പോൾ എന്തായാലും ഈ ട്രേഡിന് ഇനിയിപ്പം റിസ്ക് ഇല്ല. എനിക്ക് ഇത്രയും റിസ്ക് റിവാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാനിപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻട്രി തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഹിറ്റ് ആവാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഇനി സേഫാണ്. നമുക്ക് എന്തായാലും നോക്കാം. സോ 3030 രൂപ. ഓക്കെ, റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ 103 രൂപ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇനീഷ്യൽ റിസ്ക് 30 ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ റിസ്ക് കുറയ്ക്കും, ഭയങ്കരമായിട്ട് കുറയ്ക്കും. സോ എൻ്റെ അവസാനത്തെ റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ഇല്ലാത്ത ട്രേഡായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഞാൻ ബ്രേക്ക് ലെവലിൽ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 1:25 കിട്ടിയിട്ടുണ്ട് റിസ്ക് റിവാർഡ്. സോ അത് നോക്കണ്ട. അതായത് നമ്മുടെ ഇനീഷ്യൽ റിസ്ക് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 30 പോയിൻറ്റ്സ് ആയിരുന്നു ഇനീഷ്യൽ റിസ്ക്. സോ ഈ ഒരു ഹൈയുടെ മേലെ. ഓക്കെ, അപ്പോൾ 1:3.38 നല്ലൊരു റിസ്ക് റിവാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു 30 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 30 ക്വാണ്ടിറ്റിയാണ് ഞാൻ ട്രേഡ് ചെയ്തത്. അപ്പോൾ 30 ക്വാണ്ടിറ്റി ഇൻറ്റു 30, അപ്പം 900 രൂപയാണ് എൻ്റെ ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ആ റിസ്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എൻട്രി എടുത്ത സമയത്ത് തന്നെ തിരിച്ചൊരു റിവേഴ്സൽ വരണം. അപ്പോൾ അത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ എൻട്രി എടുത്ത ശേഷം അപ്പം തന്നെ റിവേഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടാവുന്നത് അത് വളരെ റെയർ ചാൻസസ് ആണ്. ഞാൻ ഈ ഒരു ബ്രേക്ക് ഡൗണിലാണ് എൻട്രി എടുത്തത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ഞാനിപ്പോൾ ഒരു മാസത്തിന് മേലെ ഈ ഒരു മെത്തേഡ് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു റിസ്ക് റിവാർഡും കിട്ടും, അതുപോലെ തന്നെ ലോസസ് നല്ല രീതിയിൽ കുറയ്ക്കാനും പറ്റും. ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന 1:2 വെച്ച് ചെയ്യുന്ന ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റിട്ടേൺ കൂടുതൽ ഇത് തന്നെയാണ്. പക്ഷേ പറയാറായിട്ടില്ല, 1 മന്ത് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്ററി ആണ്. മറ്റേത് ഒരു 70% സിസ്റ്റമാണ്. പക്ഷേ ഇതൊരു കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്ററി ട്രേഡിംഗ് ആണ്.
സോ എൻ്റെ അടുത്ത് അപ്പം തന്നെ തിരിച്ച് കയറിപ്പോയി ഹിറ്റായാലും നമുക്ക് 900 രൂപ മാത്രമേ ലോസ് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് കീ ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം നമ്മുടെ റിസ്ക് അവിടെ 0 ആയി. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ചിലപ്പം സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും നമുക്ക് വലിയ ലോസ് ഒന്നും വരത്തില്ല. നമുക്കൊരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൻ്റെ അകത്ത് മാത്രമേ സ്റ്റോപ്പ് ലോസ് നിൽക്കത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ മുന്നത്തെ വീഡിയോസിലെല്ലാം എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു 50+ വീഡിയോസ് ഉണ്ടാവും ലൈവ് ട്രേഡിങ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ 1:2 വെച്ചാണ് ട്രേഡ് ചെയ്തത്. പക്ഷേ ഇത് കുറച്ചും കൂടി ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളൊരു ട്രേഡിങ് സെറ്റപ്പാണ്. അതായത് ഇത് കുറച്ച് ഡിസ്ക്രിപ്റ്ററി ആണ്, പക്ക സിസ്റ്റം അല്ല. എന്നാലും നമുക്ക് നല്ല രീതിയിൽ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി വരുന്ന ഡേയ്സിൽ നമുക്ക് ഇതിൻ്റെ ലൈവ് ട്രേഡിങ് വീഡിയോസ് ഇടാം. എന്തായാലും 1 മാസം ആയിട്ടുള്ളൂ. 1 മാസത്തെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. ലോസസ് വളരെ കുറവാണ്. എനിക്ക് ഈ മാസം വന്നതിൽ ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് 800 rupees എന്തോ ആണ്. അതിൽ കൂടുതൽ ലോസ് ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് തവണ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോഴൊക്കെ തന്നെ 100 രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ 100 രൂപ ലോസ് ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യും. കാര്യം നമ്മുടെ ഫസ്റ്റ് കീ ലെവൽ ബ്രേക്ക് ചെയ്താൽ തന്നെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ലെവൽ വയ്ക്കും. പക്ഷേ സോ പ്രോഫിറ്റ് ഇട്ടാൽ നേരത്ത് നമ്മൾ മാക്സിമം റൺ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കും. സോ ലോസ് 800ഉം പ്രോഫിറ്റ് 3000ഉം നല്ല റിസ്ക് റിവാർഡാണ്. സോ ഇതിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി ഇതിൻ്റെ കുറച്ച് ഡേറ്റ ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം.